ടെക് മലയാളം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളെ കുറിച്ചിട്ടാണ്. അതായത് ഫോൺ നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് ഫോൺ യൂസ് ചെയ്യേണ്ടത്. ചില കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ നമ്മൾ റോങ് ആയിട്ട് നമ്മുടെ ഫോണിൽ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഫോണിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ കാര്യം ഫോണിൽ ലൈവ് വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യരുത്. ലൈവ് വാൾപേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ മൂവ് ചെയ്യുന്ന വാൾപേപ്പേഴ്സിനെയാണ് നമ്മൾ ലൈവ് വാൾപേപ്പേഴ്സ് എന്ന് പറയുക. ഇങ്ങനത്തെ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി അത് കൂടുതലെടുക്കും, പ്രോസസ്സറിന് വർക്ക് കൊടുക്കും, അതുപോലെ ഫോണിൻ്റെ സ്പീഡ് കുറയ്ക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിൽ ലൈവ് വാൾപേപ്പേഴ്സ് ആണെങ്കിൽ ഇപ്പം തന്നെ അത് ചേഞ്ച് ചെയ്യാം. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് 0% ആയി ഫുൾ ബാറ്ററി തീർന്നിട്ട് ചാർജ് ചെയ്യാം. അതേപോലെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 99-100 ആയതിൻ്റെ ശേഷം മാത്രം ചാർജർ ഡിസ്കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാറുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. എപ്പോഴും 100% ആയതിനു ശേഷമേ ചാർജ് ചെയ്യണമെന്നില്ല. അതുപോലെ 0 വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 90% വരെയുള്ള ചാർജിങ് ഒക്കെ മതി. ഇടയ്ക്കിടെ ഫോൺ ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഫോണിന് ഒരു പ്രോബ്ലം ഇല്ല. അത് വെറും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഫോൺ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാൻ ശ്രദ്ധിക്കാം. കാരണം ചാർജ് ചെയ്യുന്ന സമയത്ത് നോർമൽ ടെമ്പറേച്ചറാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലും കൂടുതൽ തണുപ്പോ കൂടുതൽ ചൂടോ ഉള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക. കാരണം ഫോൺ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പല ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ക്ലീൻ മാസ്റ്റർ, സ്ക്രീൻ ക്ലെൻസർ, കുറച്ച് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ തപ്പിയാൽ തന്നെ ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് കാണാം. ശരിക്കും ഇത്തരം ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യരുത്. കാരണം ഇങ്ങനത്തെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസ്സർ ഏതെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻസ് അത് ക്ലോസ് ചെയ്യും. ഇപ്പോൾ പ്രോസസ്സറിന് അതൊരു ഡബിൾ വർക്കാണ്. വീണ്ടും ആദ്യം മുതൽ തന്നെ പ്രോസസ്സർ അതൊക്കെ ചെയ്യേണ്ടി വരും. സോ ഇത്തരം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി പറയാൻ പോകുന്ന കാര്യം പലപ്പോഴും നമ്മൾ ഫോണിൽ ശ്രദ്ധിക്കാറില്ല. ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർമിഷൻ ലിസ്റ്റ് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഫ്ലാഷ് ലൈറ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് നോക്കുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ പെർമിഷൻ ലിസ്റ്റ് നോക്കുകയാണ്. അപ്പം നേരെ താഴേക്ക് പോകുമ്പം താഴെ കാണാം പെർമിഷൻ ഡീറ്റെയിൽസ്. അതിൽ കാണിച്ചിട്ടുണ്ട് ക്യാമറ, ലൊക്കേഷൻ, ടെലഫോൺ, സ്റ്റോറേജ്. അത് ഈ ഒരു പെർമിഷൻ ഡീറ്റെയിൽസിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഫോണിലുള്ള എന്തൊക്കെ ഡാറ്റാസും ഡീറ്റെയിൽസും ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പറിന് എടുത്തുപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാറില്ല. ഇനി ഇതേ പേർപ്പസ്, ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇതേ പേർപ്പസുള്ള വേറൊരു ആപ്ലിക്കേഷനിൽ കാണിച്ചു തരാം. ടൈനി ഫ്ലാഷ് ലൈറ്റ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപേ അതിൻ്റെ പെർമിഷൻ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പം നമ്മുടെ ഫോണിൻ്റെ കോൾ ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നേരത്തെ കണ്ട അതേ ആപ്പിൻ്റെ പേർപ്പസാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ പോലും കുറച്ചുകൂടി സേഫായിട്ട് യൂസ് ചെയ്യാൻ നല്ലത് ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഇതേപോലെ പെർമിഷൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ പറഞ്ഞുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഞങ്ങളുടെ ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ബൈ.